Welcome dear students. Today in this video I would like to discuss about the statistical thermodynamics. Statistical thermodynamics BSc ലെവലാണ് UG ലെവലിലുള്ള statistical thermodynamics ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ statistical thermodynamics പറയുമ്പോൾ നമുക്കറിയാം തെർമോഡൈനാമിക്സ് ഡീൽ ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. അതിന് ഓവറോൾ ആയിട്ടുള്ള ആവറേജ് പ്രോപ്പർട്ടി. പക്ഷേ ആ പ്രോപ്പർട്ടീസ് ഉണ്ടാവുന്നത് ഇൻഡിവിജ്വൽ മോളിക്യൂൾസിൻ്റെയും ആറ്റംസിൻ്റെയും ആ സിസ്റ്റത്തിലുള്ള ആറ്റത്തിൻ്റെയും മോളിക്യൂളിനൊക്കെ ഒരു ബിഹേവിയർ കൊണ്ടാണ്. അതിൻ്റെ ഒരു ഓവറോൾ ബിഹേവിയറാണ് അതിൻ്റെ ഓവറോൾ പ്രോപ്പർട്ടി ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ആറ്റത്തെയും മോളിക്യൂളിനെയും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ലെവലിലാണ് എന്ത് ഡിസ്കസ് ചെയ്യുന്നത്? ക്വാണ്ടം മെക്കാനിക്സ് ഡിസ്കസ് ചെയ്യുന്നത്. മാക്രോസ്കോപ്പിക് ലെവലാണ് തെർമോഡൈനാമിക്സ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ബ്രാഞ്ചുകളെ, അതായത് തെർമോഡൈനാമിക്സിനെയും ക്വാണ്ടം മെക്കാനിക്സിനെയും ലിങ്ക് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് നമ്മൾ സിസ്റ്റത്തിൻ്റെ ഓവറോൾ പ്രോപ്പർട്ടീസ്, ആവറേജ് പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്? ബൈ സ്റ്റഡിയിങ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി ഇൻഡിവിജ്വൽ മോളിക്യൂൾസ്. ഓക്കെ, അതായത് ഇൻഡിവിജ്വൽ മോളിക്യൂൾസിൻ്റെയും ആറ്റത്തിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? സിസ്റ്റത്തിൻ്റെ ഓവറോൾ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ സിസ്റ്റത്തിൻ്റെ ഓവറോൾ പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും അതെങ്ങനെ പഠിക്കുന്നു? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മോളിക്യൂൾസിൻ്റെയും ആറ്റത്തിൻ്റെയും പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ ബിഹേവിയർ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസിലൂടെ, സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികളിലൂടെ പഠിച്ചിട്ട് അതിൻ്റെ ഓവറോൾ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ദാറ്റ് ലിങ്ക്സ് തെർമോഡൈനാമിക്സ് ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സിനെയും തെർമോഡൈനാമിക്സിനെ ലിങ്ക് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ നമ്മളതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് അതിൻ്റെ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണം, പ്രത്യേകിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ടുകൾ. അപ്പോൾ അതിൽ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു സംഗതിയാണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ. ഓക്കെ, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ. അതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ഇഫ് an operation can be performed in m different ways, if an operation can be performed in m different ways, and if for each such choice another operation can be performed in n different ways. Okay, first operation can be performed in m different ways and another operation can be performed in n different ways, then both operation in succession can be performed in m into n different ways. Okay, and that is called the fundamental principle of counting. ഒന്നുമില്ല, ഒരു ഓപ്പറേഷൻ നമുക്ക് m വേസിൽ ചെയ്യാം. ഓക്കെ, മറ്റൊരു ഓപ്പറേഷൻ നമുക്ക് n വേസിലും ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം. ആദ്യം m ചെയ്തിട്ട് പിന്നെ n എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ, ആദ്യത്തെ ഫസ്റ്റ് ഓപ്പറേഷൻ ചെയ്ത് രണ്ടാമത്തെ ഓപ്പറേഷൻ അത് തുടർച്ചയായി കൊണ്ട് ചെയ്യാണ്, സക്സഷനായി ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വേസ് ഓഫ് ഒക്കറിങ് ഈസ് ഈക്വൽ ടു m into n ആയിരിക്കും. അത് രണ്ടും കൂടി ഇങ്ങനെ തുടർച്ചയായി നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് m into n വേസ് സാധ്യതകൾ ഉണ്ടാവും. ഓക്കെ, ആൻഡ് ദാറ്റ്സ് കോൾഡ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. അതുകൊണ്ട് ബന്ധപ്പെട്ട് നമുക്ക് 2-3 എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇൻ എ ക്ലാസ് ദർ ആർ 15 ഗേൾസ് ആൻഡ് 35 ബോയ്സ്. ഒരു ക്ലാസ്സിൽ 15 ഗേൾസും 35 ബോയ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ദ ടീച്ചർ വാണ്ട്സ് ടു സെലക്ട് 1 ബോയ് ആൻഡ് 1 ഗേൾ ടു റെപ്രസെന്റ് ദ ക്ലാസ് ഫോർ എ കോമ്പറ്റീഷൻ. അതിൽ നിന്ന് ഒരു ബോയ് ഒരു ഗേളിനെ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇൻ ഹൗ മെനി വേസ് ക്യാൻ ടീച്ചർ മേക്ക് ദിസ് സെലക്ഷൻ? ഓക്കെ, അപ്പോൾ നോക്കാം. Number of ways of selecting a girl. Okay,
15 ഗേൾസ് ഉണ്ട്, അതിൽ ഒരാളെ സെലക്ട് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ് എത്ര വരും? 15. there are 15 ways. ഓക്കെ, one girl സെലക്ട് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ് is equal to 15. And number of ways of selecting one boy, there are 35 boys, therefore 35 ways of selecting a one boy. So okay, so number of ways of selecting one boy and one girl, total number of ways of selecting, total number of ways to select one boy and one girl is equal to, according to fundamental principle of counting, this is equal to m into n, that is 15 into 35. Okay, and that is the answer. Another question, in a cinema theater there are 6 seats are vacant in a row. How many ways can 3 persons sit in the seats? ഒരു സിനിമ തിയേറ്ററിൽ 6 സീറ്റ് വാക്കൻ്റ് ആയിട്ടുണ്ട്. ഒരു റോയിൽ 6 സീറ്റ് വാക്കൻ്റ് ആയിട്ടുണ്ട്. 3 ആൾക്ക് ഏതൊക്കെ രീതിയിൽ, എത്ര രീതിയിൽ ഇരിക്കാൻ പറ്റും? അപ്പോൾ അതിൽ ഫസ്റ്റ് പേഴ്സൺ ക്യാൻ സിറ്റ് ഇൻ 6 ways because there are 6 seats are there. അപ്പോൾ 6 സീറ്റ് ഉള്ളതുകൊണ്ട് 6 രീതിയിൽ ഒന്നാമത്തെ ഇരിക്കാം. അപ്പോൾ സെക്കൻഡ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തേൽ ഒരാൾ ഇരുന്നല്ലോ, ഫസ്റ്റ് പേഴ്സൺ ഒരു സീറ്റിലിരുന്നു. അപ്പോൾ എത്ര സീറ്റ് വാക്കൻ്റ് ഉണ്ട്? 5 സീറ്റ് വാക്കൻ്റ് ഉണ്ട്. അപ്പോൾ 5 ways ഉണ്ടാവും. മൂന്നാമത്തെ പേഴ്സണ് എത്ര ഉണ്ടാവും? 4 ways. ഓക്കെ, സോ നമ്പർ ഓഫ് വേസ് ഓഫ് in which 3 persons can sit in 6 seats is equal to, according to fundamental principle of counting, this is equal to 6 into 5 into 4, that is equal to 120 ways. Okay, another question, now we are going to permutations. What do you mean by permutation? Permutation ഒന്നുമില്ല, നമുക്കറിയാം അറേഞ്ച്മെൻ്റ് ആണ്, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ച്മെൻറ്റ്സിനെയാണ് എന്ത് വിളിക്കുക? പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കുക. അതായത് ദി അറേഞ്ച്മെൻറ്റ്സ് ഓഫ് എ നമ്പർ ഓഫ് തിങ്സ് ടേക്കിംഗ് സം ഓർ ഓൾ ഓഫ് ദം അറ്റ് എ ടൈം ആർ കോൾഡ് പെർമ്യൂട്ടേഷൻ. കുറേ സാധനങ്ങളുണ്ട്, അതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്ത് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അതിലുള്ള മുഴുവൻ എടുത്ത് അറേഞ്ച് ചെയ്യുന്നതിനെ എന്ത് വിളിക്കുക? പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കുക, അല്ലേ? ദി അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പർ ഓഫ് തിങ്സ് ടേക്കിംഗ് സം ഓർ ഓൾ ഓഫ് ദം അറ്റ് എ ടൈം ഈസ് കോൾഡ് പെർമ്യൂട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 6 ഒബ്ജക്ട്സ് ഉണ്ട് വിചാരിക്കാം, അതിൽ 3 എടുത്തിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യണം. ഏതെങ്കിലും 3 എടുത്ത് അറേഞ്ച് ചെയ്യാനുള്ള രീതിയിൽ വരാം, അല്ലെങ്കിൽ മുഴുവൻ 6 എടുത്തിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പോൾ അറേഞ്ച്മെൻറ്റ് ഓഫ് എ നമ്പർ ഓഫ് തിങ്സ് ടേക്കിംഗ് സം ഓർ ഓൾ ഓഫ് ദം അറ്റ് എ ടൈം ആർ കോൾഡ് പെർമ്യൂട്ടേഷൻ. ദി ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഡിസ്റ്റിങ്ക്റ്റ് തിങ്സ് ടേക്കിംഗ് r അറ്റ് എ ടൈം ഈസ് ഡിനോട്ടഡ് ആസ് NPR. ഓക്കെ, അപ്പോൾ n ഡിസ്റ്റിങ്സ് തിങ്സിൽ നിന്ന് ഒരു ടൈമിൽ 6 എടുത്തിട്ട് 6 നമ്പർ എടുത്തിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് NPR എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് NPR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ടേക്കിംഗ് r ഫ്രം എ ഗ്രൂപ്പ് ഓഫ് n. Number of permutations of n things taking r at a time is equal to n factorial divided by n minus r factor. For example, if we have 3 objects A, B, C, the number of ways of arranging or number of permutations taking 2 at a time is equal to, നോക്കാം നമുക്ക് എങ്ങനെയൊക്കെ വരാം, AB, BC, AC, ഒരു രീതി വരാം. ഇനി AB എന്നുള്ളത് തന്നെ BA എന്ന് വരാം, കാരണം ദാറ്റ്സ് എ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്. BC എന്നുള്ളത് CB എന്ന് വരാം, AC എന്നുള്ളത് CA എന്ന് വരാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഇസ് ഈക്വൽ ടു 6. ഓക്കെ, ഇത് നമ്മൾ ആ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിലോ ഇവിടെ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n minus, we are taking 2 at a time, so therefore r is equal to 2. So 3 minus 2 factorial, and that is equal to 3 factorial is equal to 1 into 2 into 3. 3 minus 2, that is equal to 1 factorial, that is equal to 6. It's correct. Okay, അപ്പോൾ NPR, number of permutations of n
objects taking r at a time is equal to n factorial divided by n minus r factorial. There is an example question. Evaluate 7p2. 7p2 is very simple. 7 factorial divided by 7 minus 2 factorial. That is 1 into 3, 2 into 3 into 4 into 5 into 6 into 7 divided by 5 minus 2, that is 5 factorial, that is 1 into 2 into 3 into 4 into 5. Over cancel I. This is equal to 6 into 7, that is equal to 42. And this question, how many ways can the letters of the word fractions be arranged? Okay, how many ways the letters of the word fraction എന്ന് പറയുന്ന വേർഡിലുള്ള ലെറ്റേഴ്സ് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? ഓക്കെ, ഫ്രാക്ഷനിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. There are 8 letters. 8 letters can be arranged in 8 factorial. That's the answer. We are taking all of them together. Therefore, npn is equal to n factorial divided by n minus n factorial, that is equal to 0 factorial is equal to 1. Therefore, it's n factorial. Okay. അപ്പോൾ np എന്ന് പറയുന്നത് npr is equal to n factorial divided by n minus r factorial. npn, that is if you are taking all of them together, then it is equal to n factorial. Okay, find the number of ways in which 8 boys and 5 girls be arranged in a row so that no 2 girls are together. Okay, അപ്പോൾ 8 ബോയ്സ് 5 ഗേൾസ്. അപ്പോൾ 8 ബോയ്സിനെ പിന്നെ അറേഞ്ച് ചെയ്യുന്നു. ബോയ്സിൻ്റെ ഇടയിൽ ഗേൾസിനെ അറേഞ്ച് ചെയ്യണം. 5 ഗേൾസിനെ അറേഞ്ച് ചെയ്യണം 8 ബോയ്സിൻ്റെ. ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ച്മെൻ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ways of arranging 8 boys is equal to 8 factorial. Okay, അപ്പോൾ 8 boys ഇവിടെ ഉണ്ട്. 8 ബോയ്സ്. അപ്പോൾ ഗേൾസിനെ ഇതിനിടയിലാവുമ്പോൾ ഗേൾസിന് എത്ര പൊസിഷൻ ഉണ്ട്? ഒരു ഗേൾ ഇവിടെ വരാം, ഇവിടെ വരാം. എ ഗേൾ ഹിയർ, സോറി, ഒരു ഗേൾ ഇവിടെ 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ 9 പൊസിഷൻ ഉണ്ട്, പക്ഷേ 5 ഗേൾസേ ഉള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് 9p5 ആണ്. 9p5 നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ചിങ് 9 in 9 position 5 girls. 5 girls in 9 position. Therefore, it is equal to 9 factorial divided by 9 minus 5 factorial. That is equal to 9 minus 4 factorial. So 4 factorial will cancel out. That is 1, 2, 3, 4, 5, 6, 7, 8, 9. It is 1, 2, 3, 4. It will cancel out 5 into 6 into 7 into 8 into 9. അപ്പോൾ ഒരു നമ്പർ കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് ദിസ് 8 ഫാക്ടോറിയൽ ഇൻറ്റു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിക്കണം. അപ്പോൾ 8 ബോയ്സിനെ അറേഞ്ച് ചെയ്യാൻ 8 ഫാക്ടോറിയൽ, 5 ഗേൾസിനെ അറേഞ്ച് ചെയ്യാൻ ഈ നമ്പറാണ്. അപ്പോൾ ഈ നമ്പർ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ 8 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 9. അത് ചെയ്യണം. ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഞാനിവിടെ ചെയ്യുന്നില്ല, നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് അത് ചെയ്യുക. ഇത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ നമ്മൾ കൂടുതൽ ഡീൽ ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ചിങ് n ഡിസ്റ്റിങ്വിഷബിൾ ഒബ്ജക്ട്സ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓഫ് nj ഈച്ച്. n ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ എന്താണ്? ഓരോ nj ആയിട്ട് ഡിഫറെൻറ്റ് കമ്പാർട്ട്മെൻറ്റുകളിൽ അറേഞ്ച് ചെയ്യാതിരിക്കുക. നമ്മുടെ കയ്യിൽ n പാർട്ടിക്കിൾസ് ഉണ്ട്. വി ഹാവ് n പാർട്ടിക്കിൾസ്. Okay, we are arranging n1 particles in container 1, n2 particles in container 2, etc. That is nj particles in container j. Okay, then total number of ways of arranging. അതായത് n number of particles ഉണ്ട്. അതിൽ n1 നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഒന്നാമത്തെ ലെവലിൽ,
n2 പാർട്ടിക്കിൾസ് രണ്ടാമത്തെ ലെവലിൽ, nj പാർട്ടിക്കിൾസ് jth ലെവലിൽ അങ്ങനെ അറേഞ്ച് ചെയ്യാന്നിരിക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ വേസ് ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n1 factorial, n2 factorial, etc., nj factorial, etc. Okay, and this we can written as n factorial divided by, it is a multiplication of n1, n2, n3, etc., ni up to nn. Okay, therefore this we can write a series of multiplication we are writing written in the terms of pi. So it is pi I ni factorial. Okay, so n factorial divided by n1 factorial, n2 factorial, etc., nj factorial. This can be written as n factorial divided by pi I ni factorial. Okay, pi I is the series of multiplication. Sigma is the summation. Similarly, pi is the multiplication. Combination. Next is combination. Combination എന്ന് പറഞ്ഞാൽ നമുക്കറിയാം it is number of ways of selecting. Number of ways of selecting അല്ലേ from n objects, some or all at a time is called combination. Combination is number of ways of selecting from a group of objects by some or all of them at a time. It's called a combination. Okay, so combination we are written as NCR. That is number of ways of selecting R objects from a group of n, or number of ways of selecting from n objects R at a time. That is denoted as NCR, and that is equal to n factorial divided by R factorial into n minus R factorial. That is equation. Okay, the equation is n factorial divided by R factorial into n minus R factorial. That is a number of combinations. Okay, for example, we have three things A, B, C. We want to select two from this. Number of possible ways of selecting, number of combinations is equal to AB, BC, AC. Okay, here only three ways of selection, because in selection the order doesn't matter. AB and BA are alike. Okay, because selection means two at a time. That is order doesn't matter. അപ്പോൾ order combination order matter അല്ല, പക്ഷെ permutation order is a matter. Order should be considered. Order of arranging, അവിടെ arrangement ആണ് permutation. Permutation arrangement ആയതുകൊണ്ട് അവിടെ order important ആണ്. കോമ്പിനേഷനിൽ സെലക്ഷൻ ആയതുകൊണ്ട് തന്നെ എന്നല്ല, ഓർഡർ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ മൂന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ശരിയായിരിക്കും നോക്കിയോ. 3 factorial divided by R factorial, that is 2 factorial into n minus R factorial, that is here നമ്മൾ മൂന്നെണ്ണത്തിന് രണ്ടായെടുത്ത്, അപ്പോൾ 3 minus 2, that is 1 factorial, and this is equal to 1 into 2 into 3 divided by 1 into 2 into 1, and that is equal to 3. കറക്റ്റ് ആണ്. മൂന്ന് ways of selection. Okay, ഒരു question. Evaluate 9C4. That is equal to 9 factorial divided by 4 factorial into 5 factorial. That is 1 into 2 into 3 into 4 into 5 into 6 into 7 into 8 into 9 divided by 1, 2, 3, 4 into 1, 2, 3, 4, 5. 5 is cancelled. 6 cancelled. 4 by 8 is equal to 2, and that is equal to 7 into 9. 63 into 2, that is 126 is the answer. Okay, next question. How many ways can a team of 11 be selected from 16 players? 16 players എന്ന് 11 ആളെ എങ്ങനെ സെലക്ട് ചെയ്യാം? And actually it is 16C11, and that is equal to 16 factorial divided by 11 factorial into 16 minus 11 factorial. That is 16 factorial divided by
11 factorial into 4 factorial. That is the answer. Okay, next we are moving towards probability. പ്രോബബിലിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ കാര്യം ഡിസ്കസ് ചെയ്യാം. മൈക്രോ സ്റ്റേറ്റ് ആൻഡ് മാക്രോ സ്റ്റേറ്റ്. മൈക്രോ സ്റ്റേറ്റും മാക്രോ സ്റ്റേറ്റും ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ എന്താണ്, ഒരു മൈക്രോസ്കോപ്പിക് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിന് നമുക്ക് എന്ത് പറയാം, മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയാം. അതായത് നമ്മളൊരു ലാർജ് സിസ്റ്റത്തെ ചെറിയ ചെറിയ സിസ്റ്റംസ് ആക്കി മാറ്റുകയാണെങ്കിൽ, ചെറിയ ചെറിയ കമ്പാർട്ട്മെൻറ്റുകളാക്കി മാറ്റുകയാണെങ്കിൽ ആ മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു പാർട്ട് ഉണ്ടാവും ഒരു സിസ്റ്റത്തിന്, അതിൻ്റെ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ഉൾപ്പെടുന്ന ആ ഒരു അതിൻ്റെ സ്റ്റേറ്റ് ആണ് ഇത് മൈക്രോ സ്റ്റേറ്റ്. മാക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ ഓവറോൾ സ്റ്റേറ്റ്, ഓവറോൾ ടെമ്പറേച്ചർ, പ്രഷർ, ലൈക്ക് ദാറ്റ്. പക്ഷെ അതിനേക്കാൾ നല്ലത് നമുക്ക് വേറെ രീതിയിൽ പഠിക്കാം. അതായത് മൈക്രോ സ്റ്റേറ്റ് മാക്രോ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ, അതായത് നമ്മൾ തെർമോഡൈനാമിക്സിൽ നമ്മൾ പ്രധാനമായി ഡീൽ ചെയ്യാൻ പോകുന്നത് ഒരു സിസ്റ്റത്തിന് കുറേ എനർജി ലെവൽസ് ഉണ്ട്. ആ എനർജി ലെവൽസിലേക്ക് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലുള്ള പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എല്ലാ പാർട്ടിക്കിൾസിനും ഒരേ എനർജി ആയിരിക്കില്ല, മനസ്സിലാക്കണേ. അതായത് നമ്മുടെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട്, അതിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്, അതിനൊരു ടോട്ടൽ എനർജി ഉണ്ട്, കുറേ എനർജി ലെവൽസ് ഉണ്ട്, ടോട്ടൽ ആയിട്ടുള്ള എനർജി ഉണ്ടാവും. അപ്പോൾ ഈ എല്ലാ പാർട്ടിക്കിൾസിനും ഒരിക്കലും ഒരേ എനർജി അല്ല. നമ്മൾ ഈ ഡിഫറെൻറ്റ് എനർജി ലെവൽസിൽ ഈ പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതിൽ ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഏതാണ് എന്ന് കണ്ടുപിടിക്കലാണ് തെർമോഡൈനാമിക്സ് നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ കൂടുതൽ അങ്ങോട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ്, ഒരു സിസ്റ്റത്തിലുള്ള എനർജി ലെവൽസിൽ ഈ പാർട്ടിക്കിൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. ഏതൊക്കെ ലെവൽസിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും, അതിൽ ഏറ്റവും മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ ഏതാണ് എന്ന് കണ്ടുപിടിക്കലാണ് നമ്മുടെ എയിം. അപ്പോൾ മാക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ദ ഓവറോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെൻറ്റ് എനർജി ലെവൽസ് ഈസ് കോൾഡ് മാക്രോ സ്റ്റേറ്റ്. ശരിക്കും മനസ്സിലാക്കണേ. മാക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഞാനിവിടെ എഴുതാം. മാക്രോ സ്റ്റേറ്റ് ഈസ് ദ ഓവറോൾ distribution of particles in different energy levels is called macro state. Macro state ആണ്. ഓക്കെ. ആൻഡ് മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും മനസ്സിലാക്കണേ, ദി ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ of a macro state, of an arrangement. ഒരു മാക്രോ സ്റ്റേറ്റിൻ്റെ ഒരു ഓവറോൾ അറേഞ്ച്മെൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണെന്ന് വിളിക്കുക, മൈക്രോ സ്റ്റേറ്റ് എന്ന് വിളിക്കുക. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവും. അപ്പോൾ സംഗതി മനസ്സിലാക്കുക. മാക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഓവറോൾ ഡിസ്ട്രിബ്യൂഷൻ, ഒരു പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ, അപ്പോൾ അതിനെന്ത് വിളിക്കുക, മാക്രോ സ്റ്റേറ്റ് എന്ന് വിളിക്കുക. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് എനർജി ലെവൽസിൽ മോളിക്യൂളുകൾ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിൽ അറേഞ്ച് ചെയ്ത ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റിനെയാണ് എന്ത് വിളിക്കുക, മാക്രോ സ്റ്റേറ്റ് എന്ന് വിളിക്കുക. മൈക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ മാക്രോ സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, ദാറ്റ് ഈസ് മൈക്രോ സ്റ്റേറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ 3 വൈബ്രേറ്റിംഗ്, ഒരു സിമ്പിൾ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ വൈബ്രേറ്റിംഗ് ഡയാറ്റോമിക് മോളിക്യൂൾസ് ഉണ്ട്. ABC എന്ന് പറയുന്ന 3 വൈബ്രേറ്റിംഗ് ഡയാറ്റോമിക് മോളിക്യൂൾസ്. ഓക്കെ. ഇതിൻ്റെ ടോട്ടൽ എനർജി 3h nu ആണ്. ടോട്ടൽ എനർജി അപ്പോൾ ടോട്ടൽ എനർജി 3h nu എന്നിരിക്കാം. അപ്പോൾ ഈ 3 പാർട്ടിക്കിൾസ് ഈ ലെവൽസിൽ ടോട്ടൽ എനർജി 3h nu വരുന്ന രീതിയിൽ എങ്ങനെയൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം നോക്കാം. അപ്പോൾ ഇത് 0h nu എന്നിരിക്കാം. ഈ ലെവല്, ഫസ്റ്റ് ലെവല് 0h nu ആണ്. വൈബ്രേഷണൽ എനർജി 0h nu വരുന്ന ഒരു ലെവൽ വിചാരിക്കാം. ഇത് 1h nu ആണ്, ഇത് 2h nu ആണ്, ഇത് 3h nu ആണ്, ഇത് 4h nu ആണ്, അങ്ങനെ പോകാന്നിരിക്കാം. അപ്പോൾ ടോട്ടൽ എനർജി 3h nu വരുന്ന രീതിയിൽ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം? നമുക്ക് ഒരു രീതി ഇതാണ്.
A and B here and C here. 3s ന്യൂവിൽ C വരും. അപ്പോൾ 3s ടോട്ടൽ എനർജി, ഇത് 0s ന്യൂ ആയതുകൊണ്ട് ടോട്ടൽ എനർജി 3 ആയി. പക്ഷേ ഇത് എങ്ങനെയൊക്കെ വരാം? ABC എന്ന് വരാം, അതുപോലെ AC B എന്ന് വരാം, അതുപോലെ എന്ത് വരാം, വേറൊരു ഒരു രീതിയിലും കൂടി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് BCA. So this is a distribution, that is, this is a macro state, and in this macro state there are 3 possible ways of arrangement or 3 detailed description. Okay, so there are 3 micro states. Okay, ഇതൊരു അറേഞ്ച്മെന്റ് ആണ്, ഇതൊരു ഓവറോൾ അറേഞ്ച്മെന്റ്, ആൻഡ് ദാറ്റ് ഈസ് എ മാക്രോ സ്റ്റേറ്റ്. ആ മാക്രോ സ്റ്റേറ്റിൽ 3 മൈക്രോ സ്റ്റേറ്റ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി വേറൊരു അറേഞ്ച്മെന്റ് നോക്കാം. എങ്ങനെ വരാം? മറ്റൊരു അറേഞ്ച്മെന്റ് കളർ മാറ്റി നോക്കാം. യെസ്, ഇങ്ങനെ വരാം. അതായത് 0s ന്യൂവിൽ 1, 1s ന്യൂവിൽ രണ്ടാമത്തെ പാർട്ടിക്കിൾ, 2s ന്യൂവിൽ മൂന്നാമത്തെ പാർട്ടിക്കിൾ. അപ്പോൾ ടോട്ടൽ 3 ആവൂലേ? അതായത് 0 ആണ്, ഇത് 1s ന്യൂ ആണ്, ഇത് 2s. അപ്പോൾ 2 + 1 = 3. ഇത് 0s ന്യൂ, ഇത് 1s ന്യൂ, ഇത് എത്രയാ? 2s ന്യൂ. അപ്പോൾ 2s ന്യൂ + 1s ന്യൂ 3s ന്യൂ. അപ്പോൾ ടോട്ടൽ എനർജി 3s ന്യൂ വരുന്ന മറ്റൊരു അറേഞ്ച്മെന്റ്. ഓക്കെ, അത് തന്നെ എങ്ങനെയൊക്കെ വരാം? ABC എന്ന് വരാം, പിന്നെ എങ്ങനെ വരാം? BCA എന്ന് വരാം, അതുപോലെ CBA എന്ന് വരാം, അതുപോലെ എന്ത് വരാം? BAC എന്ന് വരാം. ഓക്കെ, പിന്നെ CAB എന്ന് വരാം, പിന്നെ ABC അല്ലെ ACB എന്ന് വരാം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് another macro state, and this macro state has 1 2 3 4 5 6 micro states. Okay, and one more type of arrangement, and that is, we can use another color. Okay, and that is like this, that is ABC. ഈ 3 പാർട്ടിക്കിളും ഒരു s ന്യൂവിൽ വരിക. അപ്പോൾ 1s ന്യൂ 3 പാർട്ടിക്കിൾ വന്നാൽ 1s ന്യൂ + 1s ന്യൂ + 1s ന്യൂ 3s ന്യൂ. അപ്പോൾ ടോട്ടൽ എനർജി 3s ന്യൂ വരുന്ന മറ്റൊരു അറേഞ്ച്മെന്റ്. പക്ഷേ ഈ അറേഞ്ച്മെന്റിൽ ഈ ഒരു പോസിബിൾ അറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ, ഒരു രീതിയേ ഉള്ളൂ, എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ സ്റ്റേറ്റേ ഉള്ളൂ. ഓക്കെ, 1 മൈക്രോ സ്റ്റേറ്റ്. വേറെ പോസിബിൾ അറേഞ്ച്മെന്റ്സ് ഒന്നും സാധ്യമല്ല. ഓക്കെ, അപ്പം അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ്, അല്ലെ, ഇവിടെ 3 ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ആ 3 ഡിസ്ട്രിബ്യൂഷൻ കൂടി എത്ര മൈക്രോ സ്റ്റേറ്റ് ഉണ്ട്? 1 2 സോറി, ഇവിടെ 3 6 3 9 1 10. അപ്പോൾ എത്ര മൈക്രോ സ്റ്റേറ്റ് ഉണ്ട്? 1 2 3 3 macro state or 3 overall distribution, and in all these overall distribution there are 10 micro states. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മാക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ഓവറോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെന്റ് എനർജി ലെവൽസ് ഈസ് കോൾഡ് മാക്രോ സ്റ്റേറ്റ്. മൈക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് a particular macro state or a particular distribution is called micro state. ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് വിചാരിക്കുകയാണ്. വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. Another example, if you take tossing of a coin. Tossing of a coin, നമ്മുടെ കയ്യിൽ 2 കോയിൻ ഉണ്ട്, 2 കോയിൻ. ഓക്കെ, ആ 2 കോയിൻ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ വരാം അറേഞ്ച്മെന്റുകൾ? 2 ഹെഡ് വരാം. ഓക്കെ, 2 ഹെഡ് വരുന്നത് ഒരു അറേഞ്ച്മെന്റ് ആണ്, പക്ഷെ അതിൽ ഒരു രീതിയിൽ അത് വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, രണ്ടാമത്തത് 2 ടെയിൽ വരാം, അതിന് ഒരു അറേഞ്ച്മെന്റേ ഉള്ളൂ. ഒന്നാമത്തത് ഹെഡും ഒരു ടെയിലും വരാം, അത് 2 രീതിയിൽ വരാം, ഹെഡ് ടെയിൽ, ടെയിൽ ഹെഡ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു മൈക്രോ സ്റ്റേറ്റ്, ഈ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു മൈക്രോ സ്റ്റേറ്റ്, ഈ ഡിസ്ട്രിബ്യൂഷനിൽ 2 മൈക്രോ സ്റ്റേറ്റ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ് ഈസ് 2 + 1 + 3, that is 4 മൈക്രോ സ്റ്റേറ്റ്.
ആൻഡ് 3 ഡിസ്ട്രിബ്യൂഷൻ. ഇനി 3 കോയിൻ ടോസ് ചെയ്യുന്നു, കോസിങ് 3 കോയിൻസ്. അപ്പോൾ അതിലൊന്ന് 3 ഹെഡ് വരുന്നത് ഓൺലി 1 വേ ഓഫ് അറേഞ്ച്മെൻറ്റ്. ഒരു ഹെഡ് 2 ടെയില്, അതെങ്ങനെ വരാം? ഒന്നിങ്ങനെ വരാം, പിന്നെ ടെയില് ഹെഡ് ടെയില് വരാം, ടെയില് ടെയില് ഹെഡ് വരാം. അപ്പം 3 എണ്ണമായി. മറ്റൊന്ന് ഹെഡ് ഹെഡ് ടെയില്. ഓക്കെ, അത് തന്നെ എങ്ങനെ വരാം? ഹെഡ് ടെയില് ഹെഡ്, ടെയില് ഹെഡ് ഹെഡ്. അപ്പോൾ ഇവിടെ 3 ആയി. ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 3. മൂന്നാമത്തത് 3 ടെയില് വരാം. ഇറ്റ് ഇസ് ആസ് ഓൺലി 1 പോസിബിൾ വേ ഓഫ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ എത്ര പോസിബിൾ വേസ് ഓഫ് അറേഞ്ച്മെൻ്റ് ആയി? 1, 2, 3, 4. 4 വേസ് ഓഫ് അറേഞ്ച്മെൻറ്റ്. അതിലൊക്കെ എത്ര മൈക്രോ സ്റ്റേറ്റ് ഉണ്ട്? ഇവിടെ ഒരു മൈക്രോ സ്റ്റേറ്റ്, ഇവിടെ 3 മൈക്രോ സ്റ്റേറ്റ്, ഇവിടെ 3 മൈക്രോ സ്റ്റേറ്റ്, ഇവിടെ ഒരു മൈക്രോ സ്റ്റേറ്റ്. അപ്പോൾ എത്രയായി? 1, 3, 4, 3, 7, 1, സോറി 3, 3, 6, 2, 8 മൈക്രോ സ്റ്റേറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി 4 കോയിൻ ടോസ് ചെയ്യാന്നിരിക്കാം. വി ആർ കോസിങ് 4 കോയിൻസ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പോസിബിൾ വേസ് ഓഫ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ വരാം? 4 ഹെഡ് വരുന്ന ഒരു കേസ്, 4 ഹെഡ് വരുന്നത് ഒരു പോസിബിൾ വേ ഓഫ് അറേഞ്ച്മെൻറ്റ്. 2 ഹെഡ് 2 ടെയില്, അതെങ്ങനെ വരാം? ഹെഡ് ഹെഡ് ടെയില് ടെയില് വരാം, ഹെഡ് ടെയില് ടെയില് ഹെഡ് വരാം, ഹെഡ് ടെയില് ഹെഡ് ടെയില് വരാം, പിന്നെ ടെയില് ടെയില് ഹെഡ് ഹെഡ് വരാം, പിന്നെ എങ്ങനെ വരാം? ടെയില് ഹെഡ് ഹെഡ് ടെയില് വരാം. ഓക്കെ, ഒരു അറേഞ്ച്മെൻറ്റ് കൂടി വരാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഹെഡ് ടെയില് ടെയില് ഹെഡ്. അപ്പോൾ എത്ര പോസിബിൾ വേസ് ഓഫ് അറേഞ്ച്മെൻ്റ് ആയി? 1, 2, 3, 4, 5, 6. ഓക്കെ, പിന്നെ അടുത്തൊരു പോസിബിൾ വേ ഓഫ് അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്? ഹെഡ് ടെയില് ടെയില് ടെയില്. ഇത് 4 രീതിയിൽ വരാം. ടെയില് ഹെഡ് ടെയില് ടെയില്, ടെയില് ടെയില് ഹെഡ് ടെയില്, ടെയില് 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 ഹെഡ്. 4 പോസിബിൾ വേസ് ഓഫ് അറേഞ്ച്മെൻറ്റ്. പിന്നെ മറ്റൊന്ന് എങ്ങനെ വരാം? ഹെഡ് ഹെഡ് ടൈല് ടൈല് വന്നു, ഹെഡ് ടൈല് 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 വന്നു. ഇനി ഹെഡ് 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 ടൈല്, അത് ഹെഡ് ഹെഡ് ടൈല് ഹെഡ് വരാം, ഹെഡ് ടൈല് ഹെഡ് ഹെഡ് ആവാം, ടൈല് ഹെഡ് 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 ആവാം. ഇത് ടൈലാണ്. അപ്പോൾ ഇവിടെ എത്രയായി? 1, 2, 3, 4, 5, 6. ഇത് 6 ഉണ്ട്, ഇത് 4, ഇത് 4, ഇത് 1. പിന്നെ ലാസ്റ്റ് ടൈല് 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 ടൈൽ എന്ന് പറയുന്നത് അത് 1 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ഇക്വൽ ടു 1, 6, 7, 8, 8, 4, 12, 12, 4, 16, 1, 17. 17 നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ്. ഓക്കെ, ഇനി ഈ മൈക്രോ സ്റ്റേറ്റ് നമ്മളിതിപ്പോൾ 4, 5 കോയിൻസ് ഒക്കെ ടോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ വരച്ച് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ നമ്മളൊരു 100 കോയിൻ ടോസ് ചെയ്യാന്നിരിക്കാം. അങ്ങനെ ആകുമ്പോൾ ഓരോ പോസിബിൾ വേസ് ഓഫ് അറേഞ്ച്മെൻറ്റും കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ, നമ്മൾ നേരത്തെ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് കാണുന്ന ഇക്വേഷനാണ്. നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ പൈ ഐ ni ഫാക്ടോറിയൽ. ഓക്കെ, നേരത്തെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് n ഒബ്ജക്ട്സ് ഇൻ ദ ഗ്രൂപ്പ്സ് ഓഫ് ni ഈച്ച്, അതായത് n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്നു. എങ്ങനെയാണ്? n1 പാർട്ടിക്കിൾസ് ഇൻ കണ്ടെയ്നർ 1, n2 പാർട്ടിക്കിൾസ് ഇൻ കണ്ടെയ്നർ 2, ലൈക്ക് ദാറ്റ്. അവിടെ നമ്മൾ നേരത്തെ പഠിച്ചു നമ്പർ ഓഫ് പോസിബിൾ വേസ് ഓഫ് അറേഞ്ച്മെന്റ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ പൈ ഐ ni ഫാക്ടോറിയൽ പഠിച്ചില്ലേ? പൈ ഐ ni ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n1 ഫാക്ടോറിയൽ, n2 ഫാക്ടോറിയൽ, n3 ഫാക്ടോറിയൽ എക്സെട്ര. ഇങ്ങനെയാണ് പൈ ഐ ni ഫാക്ടോറിയൽ എന്ന് പറയാം. ഇങ്ങനെ കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞല്ലേ, ടോസിംഗ് ഓഫ് 4 കോയിൻസ് അല്ലേ? അതിൽ 2 ഹെഡ് 2 ടൈല് വരുന്നു, 2 ഹെഡ് 2 ടൈല് വരുന്നു. ഇത് എത്ര പോസിബിൾ വേസ് ഓഫ് അറേഞ്ച്മെന്റ് ഉണ്ടാവും? വേഗം കണ്ടുപിടിക്കാം. 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരിക? 1, 2, 3, 4 ഡിവൈഡഡ് ബൈ 1, 2, 1, 2 അല്ലേ? 2 ക്യാൻസലായി. 4/2 ഇസ് ഈക്വൽ ടു 2. 2 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 6. നേരത്തെ നമ്മൾ കണ്ടു, നേരത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടു 6 വേസ് ഓഫ് അറേഞ്ച്മെന്റ്. ഇതാ ഹെഡ്
രണ്ട് ഹെഡ് 2 ടൈൽ വരുന്നത് 6 വേസ് ഓഫ് അറേഞ്ച്മെന്റ്. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ച എൻസംബിളിലേക്ക് പിന്നെ നമുക്ക് പറയാം. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു 3 പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തു. ABC എന്ന് പറയുന്ന 3 പാർട്ടിക്കിൾ 3h ആണ് ടോട്ടൽ എനർജി. ഇത് അറേഞ്ച് ചെയ്യാണ്. ഇത് 0h, ഇത് 1h, ഇത് 2h, ഇത് 3h. അതിൽ ഈ ഒരു അറേഞ്ച്മെന്റ് 2 0-ൽ 1 3-ൽ വരുന്നത് അല്ലേ? ഇത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? ഈസിയാണ്. 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇവിടെ 2 ഇല്ലേ, അപ്പോൾ 2 ഫാക്ടോറിയൽ, ഇവിടെ 1 1 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് വരിക. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. 3 ആ കിട്ടുക. ഈ അറേഞ്ച്മെന്റ് നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇതാ 2 0-ൽ 1-ൽ 3 മൈക്രോ സ്റ്റൈൽ. ഇനി 1 0 1 1 1 2 അങ്ങനത്തെ 6 കിട്ടുന്നില്ലേ? നമുക്ക് ആ ഇക്വേഷൻ ചെയ്ത് നോക്കാം. എങ്ങനെ വരിക? ഇറ്റ് ഈസ് 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ. ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1. അപ്പോൾ 1 ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 2 × 3 ഇസ് ഈക്വൽ ടു 6. കണ്ടില്ലേ? 6. ഇനി 3 എണ്ണവും ഒന്നിൽ തന്നെ അറേഞ്ച് ചെയ്യാം. ഒരു ലെവലിൽ 1h-ൽ 3 എണ്ണം വരിക. അപ്പോൾ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 എണ്ണം ഇവിടെ തന്നെയാണ്. 3 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ 1 ഉള്ളൂ, 1 മൈക്രോസ്റ്റേറ്റ് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് കാണുന്ന ഇക്വേഷനാണ്. എന്ത്? നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് നമ്മൾ ഇക്വേഷൻ? നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n1 ഫാക്ടോറിയൽ, n2 ഫാക്ടോറിയൽ, n3 ഫാക്ടോറിയൽ എക്സെട്ര, ഓർ വി കൻ സേ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ pi ni ഫാക്ടോറിയൽ. ഇനി നമ്മളിങ്ങനെ കുറേ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു. അത് നമ്മൾ നേരത്തെ ടോസിങ് ഓഫ് കോയിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഇങ്ങനെ കൂടി വരുന്നതായിട്ട് കാണാം അല്ലേ? നേരത്തെ നിങ്ങൾ കണ്ടപ്പോൾ നമുക്കിവിടെ നോക്കാം. 4 കോയിൻ ടോസ് ചെയ്യുന്ന കണ്ടപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 4 കോയിൻ ടോസ് ചെയ്തു. അതിൽ 2 ഹെഡ് 2 ടൈൽ വരുന്ന ഈ ഡിസ്ട്രിബ്യൂഷനാണ് മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ 6 മൈക്രോസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ഇത് മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ ഇതാണ്. അപ്പോൾ കൂടുതൽ മൈക്രോസ്റ്റേറ്റ് ഉള്ള ഡിസ്ട്രിബ്യൂഷനെ എന്ത് വിളിക്കുക? മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇതാണ് മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ. അതേപോലെ നമ്മൾ ആ പാർട്ടിക്കിൾസിൻ്റെ എനർജി ലെവൽസിലെ അറേഞ്ച്മെൻറ്റിൽ ഇവിടെ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ ഏതാ? ഈ അറേഞ്ച്മെൻറ്റ്. ദിസ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് 6 മൈക്രോസ്റ്റേറ്റ് ഉണ്ട്. ഇതിൻ്റെ 3 ഉള്ളൂ, ഇതിന് 1 ഉള്ളൂ. അപ്പോൾ ദിസ് ഈസ് എ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഹാവിങ് മോർ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഈസ് കോൾഡ് മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ? ഓക്കെ, അപ്പോൾ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ ഡിസ്ട്രിബ്യൂഷൻ ഹാവിങ് മാക്സിമം നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഈസ് കോൾഡ് മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ ഹാവിങ് മാക്സിമം നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഈസ് കോൾഡ് മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ. ഇത് കണ്ടുപിടിക്കലാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ പണി. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് W എന്നാണ് ഡിനോട്ട് ചെയ്യാം. Number of microstate is denoted as Wn or W, and that is equal to n factorial divided by pi I ni factorial. Number of microstate. Appo number of microstate or the microstate having the distribution having maximum number of microstate, maximum possible ways of arrangement. Microstate means number of possible ways of arrangement. നമ്മൾ എന്ത് പറയാ? മൈക്രോസ്റ്റേറ്റ് എന്ന് പറയാം. നമ്പർ ഓഫ് പോസിബിൾ വേസ് ഓഫ് അറേഞ്ച്മെന്റിനെയാണ് എന്ത് പറയുന്നത്? മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പോസിബിൾ വേസ് ഓഫ് അറേഞ്ച്മെന്റ് ഉള്ള ഡിസ്ട്രിബ്യൂഷനാണ് എന്ത് വിളിക്കുക? മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും, നമ്മളിങ്ങനെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇങ്ങനെ കൂടി വരുമ്പോൾ ഈ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ ഇൻറ്റൻസിറ്റി പീക്ക് ഇങ്ങനെ കൂടി വരും. അതായത് നമ്മളിങ്ങനെ ഒരു ഗ്രാഫ് വരക്കാന്നിരിക്കുക. അപ്പോൾ നമ്പർ ഓഫ് പോസിബിൾ മൈക്രോസ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പോസിബിൾ വേസ് ഓഫ് അറേഞ്ച്മെന്റ് വെച്ച് ഗ്രാഫ് വരക്കുകയാണെങ്കിൽ
ഇതൊക്കെ ഓരോ പോസിബിൾ വേസ് ഓഫ് അറേഞ്ച്മെന്റ് ആണ്, ഓരോ പോസിബിൾ വേസ് ഓഫ് അറേഞ്ച്മെന്റ്. ആൻഡ് ദിസ് വേ ഓഫ് അറേഞ്ച്മെന്റ് ഹാസ് മാക്സിമം പ്രോബബിലിറ്റി, മാക്സിമം ഡിസ്ട്രിബ്യൂഷൻ, മാക്സിമം മൈക്രോസ്റ്റേറ്റ്. ഇത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ കൂടി വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാഫ് കാണാൻ സാധിക്കും. ഗ്രാഫ് ഇങ്ങനെ ഇതായിട്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾ, ഇതിപ്പോൾ n ഈസ് ഈക്വൽ ടു 10 ആണെന്നിരിക്കാം, 10 പാർട്ടിക്കിൾ, ദിസ് n ഈസ് ഈക്വൽ ടു 100, ദിസ് ഈസ് n ഈസ് ഈക്വൽ ടു 1000, ആൻഡ് ദിസ് വൺ ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 10,000 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടി വരുന്നതനുസരിച്ച് കൊണ്ട് ആ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ വളരെ പീക്കായിട്ട് വരുന്ന കാണാം. എന്ന് പറഞ്ഞാൽ അതിനെ അപേക്ഷിച്ച് മറ്റേ ഡിസ്ട്രിബ്യൂഷനൊക്കെ നെഗ്ലിജിബിൾ എന്നർത്ഥം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ കൂടുന്നതനുസരിച്ച് കൊണ്ട് ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ ഹൈലി ഇൻറ്റൻസ് ആയിട്ട് വരും, അല്ലെങ്കിൽ അത് മാത്രമായിട്ട് കൂടുതൽ വരും, മറ്റേക്ക് വളരെ കുറച്ചായിട്ട് വരും. ഓക്കെ, അത് നിങ്ങളത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ എക്സാമ്പിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്ന സിസ്റ്റം, തെർമോഡൈനാമിക്സിൽ ഡീൽ ചെയ്യുന്ന സിസ്റ്റം ഏതാ? ഏറ്റവും ചുരുങ്ങിയത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലേ, ഒരു മോളെങ്കിലും ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഈ റേഞ്ചാണ് നമ്മുടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. അപ്പോൾ ഈ പാർട്ടിക്കിൾസിൻ്റെ ഒരു പോസിബിൾ വേ ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ ആ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അത് ഭയങ്കര ഹൈ ഇൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനെ അപേക്ഷിച്ച് മറ്റേതൊക്കെ നെഗ്ലിജിബിൾ ആണ്. എന്ന് പറഞ്ഞാൽ ഇൻ മോസ്റ്റ് ഓഫ് ദ ടൈം ദ സിസ്റ്റം ഈസ് ഇൻ ദാറ്റ് സ്റ്റേറ്റ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കാതെ, അതായത് നമ്മുടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ കൂടുന്നതനുസരിച്ച് കൊണ്ട് കുറേ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും, അതിൽ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് കൂടുതൽ പ്രോബബിലിറ്റി. നമ്പർ ഓഫ് പാർട്ടിക്കിൾ കൂടുന്നതനുസരിച്ച് കൊണ്ട് ആ കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ഡിസ്ട്രിബ്യൂഷൻ, അതായത് മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂടി വരും. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 10 ആകുമ്പോൾ ഇതാണ് മോസ്റ്റ് പ്രോബബിൾ അല്ലേ, 100 ആകുമ്പോൾ പിന്നെ ഇതിങ്ങനെ കുറച്ചുകൂടി എന്താണ് പീക്ക് ഇങ്ങനെ കൂടി വന്നു അല്ലേ, പിന്നെ 100 ആകുമ്പോൾ ഇങ്ങനായി, പിന്നെ 1000 ആകുമ്പോൾ ഇങ്ങനായി, 10,000 ആകുമ്പോൾ ഇതിങ്ങനെ മാത്രമായിട്ട്. എന്ന് പറഞ്ഞാൽ ആ ഡിസ്ട്രിബ്യൂഷൻ മാത്രം അങ്ങനെ ഭയങ്കര ഇൻറ്റൻസിറ്റി ആയിട്ട് വരും, മറ്റേതൊക്കെ നെഗ്ലിജിബിൾ ആവും. എന്ന് പറഞ്ഞാൽ ഇൻ മോസ്റ്റ് ഓഫ് ദ ടൈം സിസ്റ്റം ഈസ് ഇൻ ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിച്ചാൽ നമ്മുടെ പണി തീർന്നില്ലേ? നമ്മുടെ പണി എന്താ? സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് നമ്മുടെ എയിം എന്താണ്? നമ്മുടെ എയിം സിസ്റ്റം മോസ്റ്റ് ഓഫ് ദ ടൈമിൽ ഏത് ഡിസ്ട്രിബ്യൂഷനിലുള്ളത് അല്ലെങ്കിൽ ഏത് അറേഞ്ച്മെൻറ്റിലാണുള്ളത് അത് കണ്ടുപിടിക്കലാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി എന്നർത്ഥം? എന്ത് കണ്ടുപിടിച്ചാൽ മതി? മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി. ആ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷനിലാണ് സിസ്റ്റം മോസ്റ്റ് ഓഫ് ദ ടൈം ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ അതാണ് സിസ്റ്റത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അർത്ഥം. മറ്റേ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഹൈലി നെഗ്ലിജിബിൾ ആണ്. വളരെ ചെറിയൊരു ടൈം മാത്രമേ ആ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുള്ളൂ. ബാക്കി മുഴുവൻ 99% സമയത്തും സിസ്റ്റം ഈ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷനിലാണ് ഉണ്ടാവുക എന്ന് നമുക്ക് ആ ഗ്രാഫ് നോക്കിയാൽ കാണാൻ പറ്റും. ഇനി വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, അപ്പോൾ നമ്മുടെ എയിം എന്താണ്? നമ്മുടെ എയിം W max കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ്. മാക്സിമം പ്രോബബിലിറ്റി ഉള്ള, അതായത് മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കലാണ് നമ്മുടെ എയിം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആക്കി ∂W/∂Ni is equal to 0 ആയിട്ട് എടുത്താൽ മതി. W ആണെന്ന ഇക്വേഷൻ നമുക്ക് അറിയാലോ. W is equal to n factorial divided by pi I Ni factorial ആണ്. ദാറ്റ് ഈസ് W, നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് കാണുന്ന ഇക്വേഷൻ, നമ്പർ ഓഫ് പോസിബിൾ വേസ് ഓഫ് അറേഞ്ച്മെന്റ് കാണുന്ന ഇക്വേഷൻ ഫോർ എ പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ. അത് മാക്സിമം വരുന്നത് ഏതിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? അത് മാക്സിമം വരുന്നതാണ് മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് W max is equal to അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ∂W/∂Ni equal to 0. അത് കണ്ടുപിടിച്ച് നമ്മുടെ പണി തീർന്നു. ഓക്കെ, അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കണം. അത് അടുത്ത ക്ലാസ്സിൽ എങ്ങനെ അത് കണ്ടുപിടിക്കാം, മറ്റു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.